നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണം ആശംസകൾ. ഇന്ന് പറയുന്നത് പൗർണമി തിഥിയെക്കുറിച്ചാണ്. പൗർണമി തിഥി ഇപ്രാവശ്യം ചിങ്ങമാസത്തിൽ വരുന്നത് ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച രാവിലെ 10 മണി വരെയുള്ള സമയമാണ്. ഇപ്പോൾ പൗർണമി തിഥിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് പറയുന്നത്. അതുകൂടാതെ ഈ ഒരു പൗർണമിയിൽ ചതയം നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുമ്പോൾ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചുമാണ് പറയുന്നത്. ഈ ഒരു വഴിപാട് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര വഴിപാടുകൾ ചെയ്താലും എത്ര ശ്രമിച്ചാലും നടക്കാറില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ദിവസം മിസ് ചെയ്യാതെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ദേവി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു നൽകിയിരിക്കും. എന്തൊക്കെയാണ് അത് എന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാനെൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം പറയുന്ന ഈ ഒരു വഴിപാട് ചെയ്യണമെങ്കിൽ അത് വെള്ളിയാഴ്ച വേണം ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കുള്ളിലായിട്ട് ചെയ്യണം. കാരണം പൗർണമി തിഥി 10 മണി വരെ മാത്രമേ ഉള്ളൂ. ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ വേണം ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ദേവിക്ക് എന്തൊക്കെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഒരു ചെറിയ കുപ്പി പനിനീര്, റോസ് വാട്ടർ വാങ്ങിക്കുക. കുറച്ച് ചന്ദനം വാങ്ങിക്കുക. ചന്ദനം പൊടിയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അത് വാങ്ങിയാൽ മതി. പിന്നെ കുങ്കുമം, ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ വാങ്ങി വെക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ എന്നാണോ കാണുന്നത് അപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ്. റോസ് വാട്ടറും ചന്ദനപ്പൊടിയും അതേകൂട്ട് തന്നെ കുങ്കുമം എന്ന് പറയുമ്പോൾ റെഡ് കളറിലെ കുങ്കുമം വേണം എപ്പോഴും നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ടത്. മെറൂൺ കളറിലെയും കിട്ടും, അത് വാങ്ങരുത്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, ചുവന്ന നിറത്തിലുള്ള പഴം, ചെങ്കദളി എന്ന് പറയുമല്ലോ, അത് 2 എണ്ണമായാലും മതി. പിന്നെ ഒരു 2 മാതളം, പോമഗ്രാനൈറ്റ്. അപ്പോൾ 2 ചെങ്കദളി, 2 മാതളം, അതാണ് ഫ്രൂട്ട്സ്. ഇനി പൂക്കൾ, മുല്ലപ്പൂവാണ്. നല്ല മണമുള്ള ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂ, അല്ലെങ്കിൽ പല പൂക്കൾ ഒന്നിച്ചാക്കിയിട്ടുള്ള മാലയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം. മുല്ലപ്പൂ 1 മുഴം വാങ്ങിയാൽ മതി, അത് തന്നെ ധാരാളം. ഇത് കൂടാതെ ചെമ്പരത്തി നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി, അത് 27 എണ്ണം കിട്ടുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. 27 ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തി 5 ഇതളുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നിരുന്നാലും ഒരു 5 എണ്ണമെങ്കിലും കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. 27 എണ്ണം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറഞ്ഞതൊരു 5 എണ്ണമെങ്കിലും സമർപ്പിക്കാൻ ശ്രമിക്കുക. ഇനി ഏറ്റവും മെയിനായിട്ടുള്ളത്, ദേവിക്കൊരു റെഡ് കളർ വസ്ത്രം നമ്മൾ സമർപ്പിക്കണം. വലിയ പട്ട് വസ്ത്രമൊന്നും വേണമെന്നില്ല. റെഡ് കളറിലുള്ള ഒരു നല്ല ബ്ലൗസ് പീസോ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ഒരു സാരിയോ, അത് അവരവർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി മെയിനായിട്ടുള്ള കാര്യം, ഇതിനോടൊപ്പം തന്നെ ദേവിക്ക് 54 നാരങ്ങ കൊണ്ടുള്ള നാരങ്ങ മാല കൂടി സമർപ്പിക്കണം എന്നുള്ളതാണ്. നാരങ്ങ 54 എണ്ണം വാങ്ങിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൽ ഇരുന്ന് വേണം, സൂചിയും നൂലുമായി പോയി ഇരുന്ന് ക്ഷേത്രത്തിൽ ഇരുന്ന് വേണം കോർക്കേണ്ടത്. അല്ല, ക്ഷേത്രത്തിൽ വാങ്ങാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെന്നതിന് ശേഷം അവരെ കൊണ്ട് ഉടൻ തന്നെ കോർത്ത് വാങ്ങിക്കുക. എന്നിട്ട് ഉടൻ തന്നെ അത് സമർപ്പിക്കണം. കാരണം ഓൾറെഡി അവിടെ നാരങ്ങാമാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും വാങ്ങരുത്. ഫ്രഷായിട്ട് അപ്പോൾ തന്നെ കോർത്ത നാരങ്ങാമാല വേണം സമർപ്പിക്കാൻ. എന്നാൽ മാത്രമേ അതിന് ഫലമുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ അവിടെ പോയിരുന്ന് ക്ഷേത്രത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കാറിൽ തന്നെ ഇരുന്ന് അതൊന്ന് കോർത്തിട്ട് ഉടൻ തന്നെ ദേവിക്ക് കൊണ്ടുപോയി സമർപ്പിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ഒരു തട്ടത്തിലോ മറ്റോ വെച്ച് ദേവിയുടെ മുന്നിൽ സമർപ്പിച്ച് അവിടെ അർച്ചനയ്ക്കുള്ള രസീത് കൂടി എടുത്ത് അവിടെ വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും അത് സോൾവായി കിട്ടും. നമ്മുടെ ആവശ്യം ന്യായമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ വെള്ളിയാഴ്ച, അതിന് സമയമില്ല, വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു സമയത്ത് 4 പേർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ രാവിലെയാണല്ലോ പോകുന്നത്, ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ
അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് 4 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ 4 പേർക്ക് ഉണ്ടാക്കി കൊടുത്താലും മതി. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇതുകൂടി ചെയ്യുമ്പോഴാണത് കംപ്ലീറ്റ് ആകുന്നത്. എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും സാധിച്ചു കിട്ടാൻ ഈ പൗർണമിയും ചതയം നക്ഷത്രത്തോടു കൂടി പൗർണമിയും വെള്ളിയാഴ്ചയും വരുന്നത് കൊണ്ടാണ് ഈ ഒരു വഴിപാടിന് ഇത്രയധികം പവർ ഉള്ളത്. എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, എത്ര വഴിപാടുകൾ ചെയ്തിട്ടും നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ 10 മണിക്കുള്ളിൽ തീർച്ചയായും നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും. വ്യാഴാഴ്ച ശ്രീചക്രം വെച്ച് ലക്ഷ്മി പൂജ ചെയ്യുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ച സന്ധ്യയ്ക്കാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിളക്ക് പൂജയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പൗർണമി സന്ധ്യയ്ക്ക് വിളക്ക് പൂജ ചെയ്യുന്നത് വളരെ വളരെ ഐശ്വര്യപ്രദമാണ്. അപ്പോൾ ഇതിലേതാണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാ പ്രാവശ്യവും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ധനവരവുണ്ടാകുന്നതിന് വേണ്ടി പൗർണമി തിഥിയിൽ ചെയ്യേണ്ട ഒരു താന്ത്രികമാണ്. മല്ലിയുടെ വേരും 3 ജാതിക്കയും കൂടി ഒരു പച്ച നിറത്തിലോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ ഉള്ള വൈറ്റ് കളറിലോ ഉള്ള തുണിയിൽ കെട്ടിവെക്കുക. ക്യാഷ് ബോക്സിൽ കൊണ്ടുപോയി വെക്കുക. പീരിയഡ്സ് ടൈം ആണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2-3 മല്ലിയുടെ വേരും അതുപോലെ 3 ജാതിക്കയും മാത്രമാണ്. ഗ്രീൻ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ തുണിയിൽ കെട്ടി ക്യാഷ് ബോക്സിൽ വെക്കാം. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തോളം നമുക്കത് അവിടെ തന്നെ വെക്കാവുന്നതാണ്. 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിയുമ്പോൾ അതെടുത്ത് ആരും ചവിട്ടാത്തിടത്ത് കളഞ്ഞിട്ട് പുതിയത് വീണ്ടും പൗർണമി തിഥിയിൽ വേണം കെട്ടിവെക്കേണ്ടത്. പൗർണമി തിഥിയുടെ ടൈമിങ്സ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 10 മണി വരെയാണ്. ഈ ഒരു സമയത്ത് ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും സന്ധ്യാസമയത്ത് ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ സന്ധ്യാസമയത്ത് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പൗർണമി തിഥി ഉള്ളപ്പോൾ ചെയ്താൽ മാത്രം മതി. പീരിയഡ്സ് ടൈം ആണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പൗർണമി തിഥിയിൽ ചെയ്യുന്നത് പൂർണ്ണചന്ദ്രനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു ചില്ലു കുപ്പി എടുക്കുക, അതിൽ നിറയെ വെള്ളം എടുക്കുക. നമുക്ക് കുടിക്കാൻ സാധിക്കുന്ന അത്രയും വെള്ളം എടുത്താൽ മതി. അടപ്പുള്ള ഒരു കുപ്പിയായിരിക്കണം. സന്ധ്യാസമയത്ത് പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കും. ആ ഒരു സമയത്ത് പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്ന് നമ്മുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു നൽകാനായി പൂർണ്ണചന്ദ്രനോട് പ്രാർത്ഥിക്കുക. ആ ഒരു കുപ്പി വെള്ളം നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രാർത്ഥന പൂർണ്ണചന്ദ്രനോട് പ്രാർത്ഥിക്കേണ്ടത്. അതിനുശേഷം ആ കുപ്പി നല്ലതുപോലെ അടച്ച് ചന്ദ്രൻ്റെ ആ ഒരു കിരണങ്ങൾ, അതായത് ആ നിലാവ് ആ കുപ്പിയിൽ വീഴുന്ന രീതിയിൽ കുപ്പി വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സേഫായിട്ട് കുപ്പി വെക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഒരു രാത്രി 12 മണി വരെ വെച്ചിട്ട് പിന്നീട് വീടിനുള്ളിലേക്ക് എടുക്കാം. രാവിലെ വരെ വെക്കുന്നവരാണെങ്കിൽ സൂര്യോദയത്തിന് മുൻപായിട്ട് തന്നെ ആ കുപ്പി വീടിനുള്ളിലേക്ക് എടുത്ത് ആ വെള്ളം കുടിക്കാവുന്നതാണ്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ തന്നെ ചെയ്യാവുന്നതാണ്. പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് പീരിയഡ്സ് ടൈം എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അത് ചെയ്യാവുന്നതാണ്. ഇനി പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്ന് നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം പൗർണമി തിഥിയിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുക എന്നുള്ളതാണ്. വളരെ വളരെ നമുക്ക് തന്നെ ഒരു ദൈവീകത അനുഭവിക്കാൻ സാധിക്കുന്ന ഒന്നാണ് പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുക എന്ന് പറയുന്നത്. അത് പൗർണമി തിഥിയിൽ ചൊല്ലുന്നത് വളരെ വളരെ നല്ലതാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് ശേഷം ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശുദ്ധമായിരിക്കുമ്പോൾ വേണം പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലേണ്ടത്. വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും അതുപോലെ തന്നെ നമ്മുടെ മണി അട്രാക്റ്റ് ചെയ്യാനുള്ള താന്ത്രികവും ചെയ്യുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. ഈ ഒരു പൗർണമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മളെക്കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.